പരലോകത്ത് റബ്ബിൻ്റെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വവുദിഅൽ കിതാബ്, പരലോകത്ത് ഗ്രന്ഥങ്ങൾ കയ്യിലേക്ക് തരുന്നൊരു രംഗം വരാനുണ്ട്. ഫതറൽ മുജ്രിമീൻ, അക്രമികളായ മനുഷ്യരെ നിനക്ക് കാണാം അവിടെ. മുഷ്ഫിഖീന മിമ്മാ ഫീ, കയ്യിലേക്കൊരു ഗ്രന്ഥം ഇങ്ങോട്ട് തരും. ഗ്രന്ഥം കണ്ടിട്ട് ആ ഗ്രന്ഥത്തിലേക്ക് നോക്കിയിട്ട് പേടിച്ച്, മുഷ്ഫിഖീന എന്ന് പറഞ്ഞാൽ എന്തറിയോ, പേടിച്ചിട്ട് വിറങ്ങലിച്ചിട്ട് അവരിങ്ങനെ നോക്കുന്നതാണ് ഗ്രന്ഥത്തിലേക്ക്. എന്നിട്ട് അവർ പറയുന്ന വാക്കെന്താ അറിയോ, വയഖൂലൂന, അവർ പറയും, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, എന്റെ നാശമേ ഇതെന്തൊരു കിതാബാണ് പടച്ച റബ്ബേ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഒരു ചെറുതും വലുതും വിട്ടുപോയില്ലല്ലോ റബ്ബേ, ഇതെന്തൊരു കിതാബാണ് റബ്ബേ, ഇതെന്തൊരു ഗ്രന്ഥമാണ്. അവിടെ നമ്മൾ പറയുന്നത് ഒരു ചെറിയ കാര്യം, ഇത് ആരും അറിയാതെ ഞാൻ ചെയ്ത്, വാപ്പ അറിയില്ല, ആരും അറിയില്ല, എൻ്റെ റൂമെന്ന് ആരും അറിയില്ല, ഞാൻ മാത്രമേ അറിയുള്ളൂ, അത് പടച്ചോൻ അറിഞ്ഞല്ലോ, അത് ഈ രേഖയിലുണ്ടല്ലോ. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാം അവിടുന്ന് ചെയ്തത് മുഴുവനും അവിടെ വെച്ചിട്ട് ഹാജരാക്കുന്ന എത്രത്തോളം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വായക്ക് സീല് വെക്കും, എന്നിട്ടോ കൈകൾ സംസാരിക്കും. അല്യൗമ നഖ്തിമു അലാ ഫുവാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുന്നത് കണ്ടപ്പോൾ സഹാബിമാർ ചോദിച്ചു, നബി നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് സംസാരിക്കുന്ന സംസാരം കേട്ടിട്ട് ചിരിച്ചാണ്. അപ്പോൾ ചോദിച്ചു സഹാബിമാർ, അതെന്താ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്താണെന്നറിയോ, ഒരാളെ നരകത്തിൽ ശിക്ഷിക്കാൻ വേണ്ടി എടുക്കണം, അയാളെ നരകത്തിലിട്ട് ശിക്ഷിക്കാൻ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, പടച്ചോനെ എന്നെ നരകത്തിൽ എന്തിനാ ഇട്ട് ശിക്ഷിക്കുന്നത്? ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളതിന് എന്ത് തെളിവാ പടച്ചോനെ നിൻ്റെ അടുത്തുള്ളതെന്ന്. പടച്ചോനോടൊരു മനുഷ്യൻ ചോദിക്കാണ്, എന്നെ നരകത്തിലിടാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ തെറ്റ് ചെയ്തു എന്നതിന് എന്ത് തെളിവാ ഉള്ളത്? അല്ലാഹ് പറയാൻ, വകഫാ ബിനഫ്സിക അലൈക ഹസീബ, എടോ നീ തെറ്റ് ചെയ്തു എന്നതിന് സാക്ഷിയായി നിൻ്റെ ശരീരം മാത്രം മതി. ഫയുഖ്തമു അലാഫി, വായക്കങ്ങട് സീല് വെക്കും. എന്നിട്ട് ശരീരങ്ങളോട് പറയും, ഇൻതഖി, സംസാരിക്കൂ. കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ശരീരത്തിലെ മുഴുവൻ എല്ലുകളും സംസാരിക്കും, ശരീരത്തിലെ മുഴുവൻ മാംസങ്ങളും സംസാരിക്കും, ശരീരത്തിലെ തൊലി സംസാരിക്കും. തൊലി സംസാരിക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ തൊലിനോട് ചോദിക്കും, ലിമ ശഹിത്തും അലൈന, എന്തിനാണ് തൊലിയെ എനിക്കെതിരെ സംസാരിക്കുന്നത്? തൊലിനോട് നമ്മൾ ചോദിക്കും, എന്തിനാ തൊലിയെ? നിന്റെ സുഖത്തിന്, നിന്റെ ആസ്വാദനത്തിനല്ലേ ഞാനിതൊക്കെ ചെയ്തത്, പിന്നെ എന്തിനാ എനിക്കെതിരെ നീ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ തൊലി പറയുന്ന മറുപടി എന്താ അറിയോ? ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും സംസാരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, ആ അള്ളാഹുവാണ് എന്നെയും സംസാരിപ്പിക്കുന്നത്, എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. തൊലി സംസാരിക്കും, കണ്ണുകൾ സംസാരിക്കും, ഭൂമി സംസാരിക്കും. എന്ത് തെറ്റാ നമ്മളൊക്കെ മറച്ചു വെക്കുക. ഈ റമദാൻ വന്നിട്ടും ഈ ചിന്തയും ബോധവും നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ റമദാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കേട്ടോ. ഈ ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ പച്ചയായി നിലനിർത്താൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ റമദാനിലൊരൊറ്റ രാത്രി പോലും പടച്ചോൻ്റെ മുമ്പിൽ ആകാശത്ത് കൈ ഉയർത്തിയിട്ട് പടച്ചോനെ എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാൻ നമുക്ക് കഴിയൂല. വലിയ പ്രശ്നമാണ്. അവിടെ നോക്ക്, നാളെ പരലോകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, തിന്മ ചെയ്തവനെ കൊണ്ടുപോകും. എവിടെ? പരലോകത്ത് കൊണ്ടുപോകും. നമ്മളിവിടെ ജനിച്ചു വീണത് എങ്ങനെയാണ്? നമ്മളിവിടെ ജനിച്ചു വീണത് നമ്മളൊറ്റക്കാണ് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോവുക. വാപ്പ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കി, നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ എത്ര സുഹൃത്തുക്കളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഹോസ്പിറ്റലിൽ വരാൻ എത്ര സുഹൃത്തുക്കളുണ്ട്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മ ഉണ്ട്, ബന്ധുക്കളുണ്ട്, അയൽവാസികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. വലിയൊരു വൃത്തം തന്നെ നമുക്ക് പറയാനുണ്ട്, നമ്മുടെ അടുക്കലേക്ക് വരാനുണ്ട്. പക്ഷേ ആഖിറത്തിലേക്ക് ചെല്ലുമുണ്ടല്ലോ, ആരും ഉണ്ടാവില്ല, നമ്മളൊറ്റക്ക. വലഖദ് ജിഅ്തുമൂനാ ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. നമ്മൾ ജനിച്ചത് ഒറ്റക്ക, അതുപോലെ പടച്ചോൻ്റെ അടുത്ത് തിരിച്ചു പോകുന്നതും നമ്മൾ ഒറ്റക്കാണ്. എന്നിട്ട് ഖുർആൻ പറയാൻ, വലൗ തറാ ഇദിൽ മുജ്രിമൂൻ, അക്രമികളായ മനുഷ്യരെ നിങ്ങൾക്ക് കാണാം, നാകിസു റൂസിഹിം മിൻ റബ്ബിഹിം, പടച്ച റബ്ബിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ
തല താഴ്ത്തി അവർ നിൽക്കും. ഫർജിന, ഞങ്ങളൊന്ന് തിരിച്ചു കൊണ്ടുവരുമോ, നഅമൽ സ്വാലിഹ, ഞങ്ങൾ ചെയ്യാം. അടുത്ത വാചകം എന്താ അറിയോ, ഇന്നാ മുഖീനുൻ, ഞങ്ങളിതൊക്കെ വിശ്വസിക്കാം. എന്ത്? മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ വിചാരണ ഉണ്ട്, അവിടെ ഭീകരമായ അവസ്ഥയാണ്, അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇനി ഉറച്ചു വിശ്വസിക്കാം. എവിടുന്ന്? നരകം നേർക്ക് നേരെ കാണുമ്പം പറയാണ് ഞങ്ങൾ വിശ്വസിക്കാം. അല്ല പറയും വേണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും വേണ്ട. നരകത്തിലേക്ക് മനുഷ്യനെ വലിച്ചെറിയുമ്പോൾ നരകത്തിന്റെ തീനാളങ്ങൾ വന്ന് മനുഷ്യന്റെ ശരീരത്തെ കാർന്ന് കാർന്ന് തിന്നുമ്പോൾ, നിങ്ങൾ നോക്ക്, ദുനിയാവിലൊരു തീപ്പട്ടിക്കൊള്ളി ഉരസിയിട്ട് വിരലിൻ്റെ തുമ്പിലൊന്ന് വെച്ചാൽ അല്ലോ കൈവലിക്കും, സഹിക്കാൻ പറ്റൂല. ആ ചൂടിൻ്റെ കൂടെ അതേ ചൂടുള്ള 69 ഇരട്ടി ചേർത്ത് വെച്ചാൽ അതാണ് നരകത്തിലെ ചൂട്. ആ ചൂട് വന്ന് മനുഷ്യൻ്റെ ശരീരത്തെ കാർന്ന് കാർന്ന് തിന്നുമ്പോൾ വഹും യസ്തരിഹൂന ഫീഹാ, എല്ലാം അട്ടഹസിക്കും. നരകത്തിൽ കിടന്നുകൊണ്ട് അവർ അട്ടഹസിക്കും. എന്നിട്ട് അവർ പറയും റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ, ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടുവരുമോ, ഞങ്ങൾ നല്ലത് ചെയ്യാം. അവിടെ നോക്ക്, പരലോകത്തിൻ്റെ ഭീകരത കണ്ടിട്ട്, നരകത്തെ നേർക്ക് നേരെ കണ്ടിട്ട് അത് അനുഭവിക്കാൻ തുടങ്ങിയപ്പം പറയാണ് ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടുവരുമോ, ഞങ്ങൾ നല്ലത് ചെയ്യാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാത്ത അമലുകളൊക്കെ ഞങ്ങൾ ചെയ്യാമെന്നവർ പറയും. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയും? അള്ളാഹ് ചോദിക്കും അവരോട്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നിനക്ക് ചിന്തിക്കാൻ ആയുസ് നൽകിയില്ലേ, പ്രവർത്തിക്കാൻ അവസരം തന്നില്ലേ, 50 കൊല്ലം ജീവിച്ചില്ലേ, 60 കൊല്ലം ജീവിച്ചില്ലേ, 40 കൊല്ലം ജീവിച്ചില്ലേ, എന്നിട്ട് എന്താ നീ ചെയ്തത്? പടച്ചോനെ നരകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും, ഞാൻ നല്ലത് ചെയ്യാമെന്ന് പറയുമ്പോൾ അള്ളാഹ് ചോദിക്കാൻ 40 കൊല്ലം ജീവിക്കാൻ അവസരം തന്നില്ലേ, 50 കൊല്ലം ജീവിക്കാൻ അവസരം തന്നില്ലേ, എന്നിട്ട് എന്ത് ചെയ്തു? വജാഅകുമുൻ നദീർ, നിനക്ക് താക്കീതുകാര് വന്നില്ലേ, നിനക്ക് താക്കീതുകാര് വന്നില്ലേ, നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അക്രമികൾക്ക് യാതൊരുവിധ സഹായികളുമില്ല. പരലോകത്ത് ചെന്നാൽ അക്രമികൾക്ക് യാതൊരു സഹായി അവിടെ ഉണ്ടാവില്ല, ഒരാളുണ്ടാവില്ല. രക്ഷപ്പെടാൻ നമ്മളിരുത്ത അമല് വേണം. നമ്മളെ നോക്ക്, നരകം കാണുമ്പോൾ നമ്മൾ പറയണെന്താ? അമല് ചെയ്യാൻ അവസരം തരുമോ പടച്ചോനെ? കാരണം എന്താ? അമലുണ്ടേ പരലോകത്ത് രക്ഷയുള്ളൂ. എന്നിട്ട് വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്, തകാദു തമയ്യസു മിനൽ ഗൈർ കുല്ലമാ ഉൽകിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. പരലോകത്ത് നരകത്തെക്കുറിച്ച് പറയാണ്. അവിടുന്ന് ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലേ? ഖുർആൻ കിട്ടിയില്ലേ? ഇല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? എന്നിട്ടും നിങ്ങൾ എന്താണ് ഇതൊന്നും സ്വീകരിക്കുകയും ഇതൊന്നും പഠിക്കുകയൊന്നും ചെയ്യാതെ? അപ്പോൾ അവർ പറയുന്ന വാചകം എന്താ അറിയോ? ഈ വാചകം നമ്മളും പറയേണ്ടി വരുമോ എന്നുള്ളൊരു പേടി നമ്മുടെ മനസ്സിൽ വേണം. എന്താ അവർ പറയണമെന്ന് അറിയോ? ഖാലു, അവർ പറയും, ബലാ ഖദ് ജാഅനാ, തീർച്ചയായും അവർ പറയും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് നദീർ, താക്കീതുകാർ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് റബ്ബേ. ഫകദ്ദബനാ, ഞങ്ങൾ അവരെ കളവാക്കി റബ്ബേ. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഒക്കെ കളവാക്കി തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് താക്കീതുകാർ വന്നു, ഞങ്ങൾക്ക് താക്കീതുകാർ വന്നു, ഞങ്ങൾക്ക് വേദഗ്രന്ഥം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അത് കിട്ടി, എന്താ അവസ്ഥ? ഖുർആൻ കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുകയാണ്, പരിശുദ്ധ റമദാനാണ്, പരിശുദ്ധ റമദാനിൽ ഖുർആനിൻ്റെ മാസമാണ്, എല്ലാവർക്കും അറിയാം. സത്യത്തിൽ നമ്മൾ എത്ര പേർക്ക് സ്വന്തമായിട്ട് ഖുർആനുണ്ട്? നമ്മളെ വീട്ടിൽ 5 ഖുർആനുണ്ടെങ്കിൽ 4 ഖുർആനുണ്ട്, അതൊക്കെ മക്കളെ ഖുർആനാണ്, ഓരൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. നമുക്കാർക്ക് സ്വന്തമായിട്ട് ഖുർആനില്ല, പ്രശ്നമാണ്. നമുക്ക് സ്വന്തം നമ്മൾ അടയാളം വെക്കുന്ന ഒരു ഖുർആൻ നമുക്ക് വേണം, എപ്പോഴും നമ്മുടെ കൂടെ. നമ്മുടെ യാത്രയിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ മൊബൈലുണ്ടെങ്കിൽ മൊബൈലിൽ ഓതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താ അറിയോ, ഒരു വക്കാറോടുകൂടി ഒരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ രീതിയുണ്ട്. ഇപ്പോൾ ഒളുവൊക്കെ എടുത്തിട്ട് ഖുർആൻ എടുത്തിട്ട് മുന്നിലിരുന്ന് ഓതുമ്പോൾ കിട്ടുന്നൊരു ഇഖ്ലാസും ഒരു ആസ്വാദനവും അത് മൊബൈലിരുന്നിട്ട് ഓതുമ്പോൾ നമുക്ക് കിട്ടില്ല. ഞാൻ പറയുന്നത് മൊബൈലിരുന്ന് ഓതൽ തെറ്റാണെന്നല്ല, നമുക്ക് ഓതാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ശരിക്കും ഖുർആൻ എടുത്ത് ഓതുന്നതിൻ്റെ ഒരു എഫക്റ്റ്, ഒരു ഈമാൻ, ഒരു ആത്മീയമായ ചൈതന്യം, അത് ചിലപ്പോൾ മൊബൈലിൽ ഓതുമ്പോൾ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ നമുക്ക് വേണം. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, വക്കാലു, അവർ പറയും,
ലൗ കുന്നാ നസ്മഅ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ. ഏത്? നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ വാചകങ്ങൾ ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളൊന്ന് പഠിച്ചിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ നരകത്തിൽ പെടുകയായിരുന്നില്ല.